പുതുവത്സര ആഘോഷത്തിനായി വിവിധ വ്യത്യസ്ത പരിപാടികളാണ് കോഴിക്കോട് നഗരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നടക്കുന്നത്. അങ്ങനെ ഒരു പരിപാടിയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഫോർച്യൂൺ ബക്കറ്റ് എന്ന ഒരു മൂവ്മെൻറ്റ് അവർ ഇന്നിവിടെ പരിപാടി നടത്താനിരുന്നതാണ്. ആ പരിപാടിയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഈ സംഗീത പരിപാടി ഇവിടെ നടത്തരുത്, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ്. ഈ പരിപാടി നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും വിവിധ ബാൻഡുകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സംഗീത പരിപാടിയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം, മറ്റ് ഗാലറി സംവിധാനം, ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഒപ്പം ടിക്കറ്റ് വിൽപ്പനയും ഏറെക്കുറെ പൂർണ്ണമായും നടത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നെന്നാണ് സംഘാടകർ പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു നോട്ടീസ്, അവരെന്താണ് പറയുന്നത്? നോട്ടീസിലുള്ളത് ഇവിടെ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അതിനൊരു പരാതിയുടെ പുറത്താണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ ഹാള് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇവൻ്റ് ചെയ്യാൻ വന്ന ആളുകളാണ്. അതും പരിപാടിയുടെ 18-ാം തീയതി PPR ലൈസൻസിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ദിവസം, അതായത് പരിപാടി 31-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം, അതും നമ്മളുടെ കയ്യിലേക്കല്ലാതെ ഈ ഇവന്റ് വെന്യൂവിൽ ഇവരുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ പോലീസ് പെർമിഷൻസും ഒക്കെ അതെ, പോലീസ് പെർമിഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൗണ്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 18-ാം തീയതി PPRന് അപ്ലൈ ചെയ്തിട്ട് ഇത്രയും ദിവസം സർക്കാരിനോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഇത് തടയാനോ എല്ലാത്തിനും നമ്മൾ നേരിട്ട് ബന്ധപ്പെടാനോ ഇനി എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനോ ഉള്ളൊരു സംവിധാനം നൽകണം എന്നുള്ളതാണ്. അവസാനം എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ആർട്ടിസ്റ്റ് വരെ എത്തി. എല്ലാം നമ്മൾ അവിയൽ ബാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ശ്രീനാഥ് വാസിയുടെ റാപ്പ് മ്യൂസിക് ഉണ്ട്, കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറുടെ അക്കോസ്റ്റിക് സെഷൻസ് ഉണ്ട്, ഷെയ്ഫ് അലി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഞങ്ങൾ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വന്ന മാത്രം. സൂപ്പർവൈസർ ഞാൻ പരിശോധിച്ചു. എന്താണ് പര്യാപ്തമാണ് അല്ലാന്നാണ് മനസ്സിലാക്കുന്നത്. ടോയ്ലറ്റ് സംവിധാനം, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സംവിധാനമൊക്കെ പ്രവർത്തിക്കുന്നില്ല. ഈ രീതിയിലാണ് അവസാന നിമിഷം ഇത്തരമൊരു നോട്ടീസ് കിട്ടിയതാണ് ഈ സംഘാടകർ ഇപ്പോൾ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത്. ഏതായാലും ന്യൂ ഇയർ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ബാൻഡ്, സംഗീതം അവതരിപ്പിക്കുന്ന ആളുകളും ബാൻഡ് സംഘാടകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഹൈക്കോടതി വിധി അനുകൂലമായി കിട്ടും, അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്.